നീണ്ടൂർ ഗ്രാമപഞ്ചായത്തിലെ കൃഷിഭവനിൽ സൂക്ഷിച്ചിരുന്ന നെൽവിത്ത് അപ്രത്യക്ഷമായ സംഭവത്തിൽ സമഗ്രമായ വിജിലൻസ് അന്വേഷണം നടത്തി സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് ഭാരതീയ ജനതാ പാർട്ടി നീണ്ടൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നീണ്ടൂർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. കർഷകരെ സഹായിക്കാൻ ലക്ഷ്യമിട്ട പദ്ധതികളിൽ നടന്ന ക്രമക്കേടുകൾ കർഷകരോടും പൊതുജനങ്ങളോടുമുള്ള വെല്ലുവിളിയാണെന്ന് നേതാക്കൾ ആരോപിച്ചു. ബി.ജെ.പി. കോട്ടയം വെസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറി NK ശശികുമാർ ധർണ ഉദ്ഘാടനം ചെയ്തു. അത് പഞ്ചായത്ത് കൃഷി ഡിപ്പാർട്ട്മെന്റ് എവിടെയൊക്കെയാണ് ഈ കഞ്ഞി കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് അറിയണം. വെറുതെ കഞ്ഞി വെച്ച് കുത്തി വിത്തെടുത്ത് കുത്തി എന്ന് പറഞ്ഞാൽ പോരാ, അത് ആർക്ക് കൊടുത്തു എന്നുള്ളത് നിങ്ങളെ കൊണ്ട് പറയിപ്പിച്ചിട്ടേ BJP ഈ സമരം അവസാനിപ്പിക്കുകയുള്ളൂ. അതാണ് ഈ സമരത്തിന്റെ പ്രത്യേകത. അതല്ലാതെ ഒരു ദിവസം ധർണ നടത്തി ഞങ്ങൾ പോകും എന്ന് ധരിച്ച് ഇവിടെ ആരും ഉദ്യോഗസ്ഥന്മാരിരിക്കരുത്. കാരണം ഇത് ജനങ്ങൾക്ക് അവകാശപ്പെട്ട അവരുടെ അവകാശങ്ങളാണ്. അത് കൃത്യമായി ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയാണ് ജനങ്ങൾ പഞ്ചായത്ത് ജനപ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്നത്. നീണ്ടൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ബിനോഷ് രാജ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബി.ജെ.പി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും ഗ്രാമപഞ്ചായത്ത് അംഗവുമായ അജയകുമാർ N സ്വാഗതവും, ബി.ജെ.പി. ഏറ്റുമാനൂർ മണ്ഡലം പ്രസിഡന്റ് സനീഷ് ഗോപി ആശംസയും, ബി.ജെ.പി. നീണ്ടൂർ പഞ്ചായത്ത് സെക്രട്ടറി അഞ്ജന ശൈലേഖർ കൃതജ്ഞതയും രേഖപ്പെടുത്തി. നീണ്ടൂർ പഞ്ചായത്തിൽ പൊതുപണത്തിന് സംഭവിച്ചിട്ടുള്ള നഷ്ടം അതീവ ഗൗരവമുള്ളതാണെന്നും കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന അഴിമതി അടിയന്തരമായി വിജിലൻസ് അന്വേഷണത്തിന് വിധേയമാക്കണമെന്നും ബി.ജെ.പി. നേതാക്കൾ ആവശ്യപ്പെട്ടു. അല്ലാത്തപക്ഷം ശക്തമായ ജനകീയ സമര പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും ബി.ജെ.പി. മുന്നറിയിപ്പ് നൽകി. ബി.ജെ.പി. ജില്ലാ സെക്രട്ടറി സുഭാഷ്, ഏറ്റുമാനൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി TR രാജേഷ്, ഏറ്റുമാനൂർ മണ്ഡലം സെക്രട്ടറി വിദ്യാശങ്കർ, ബി.ജെ.പി. നീണ്ടൂർ പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ ഓണന്തുരുത്ത് എന്നിവർ ധർണയിൽ പങ്കെടുത്തു. i4 ന്യൂസ്, ഏറ്റുമാനൂർ.